ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് റദ്ദായ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരം. എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറുടെ സർക്കുലർ പ്രകാരം വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തതും അതുമൂലം നഷ്ടപ്പെട്ട സീനിയോറിറ്റി പുനഃസ്ഥാപിക്കുന്നതിനും അവസരമൊരുക്കുന്നു. ഉത്തരവ് പ്രകാരം 10/1/99 മുതൽ, അതായത് 1999 മുതൽ 6/2021 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് പ്രസ്തുത കാലയളവിൽ നൽകാൻ കഴിയാത്തവർക്കും നഷ്ടപ്പെട്ട സീനിയോറിറ്റിയോടുകൂടി രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിനാണ് അവസരം. 1/10/2021 മുതൽ 30/11/2021 വരെയാണ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക പുതുക്കലിനുള്ള ഓൺലൈൻ സൗകര്യം www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്. 0487-233-1016 എന്ന നമ്പറിൽ വിളിച്ചിട്ട് ഓഫീസ് ടൈമുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പേര് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി രജിസ്റ്റർ ചെയ്തിട്ടും അതുവഴി താൽക്കാലികമായുള്ള ജോബുകൾ ലഭിച്ച ആളുകളും അത് പിന്നെ എക്സ്റ്റെൻഡ് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ പല ആളുകളും ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യും. ഈ പറയുന്ന പോലെ SLC മുതലേ രജിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ അതൊരു വെബ്സൈറ്റ് ഉണ്ട്, അവർ ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് www.eemployment.kerala.gov.in എന്നാണ്. eemployment.kerala.gov.in. ഈ ഒരു വെബ്സൈറ്റിൽ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നതിന് കാണാൻ സാധിക്കും. ഇതിൽ ഈ വെബ്സൈറ്റിൽ കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് ന്യൂസ് ഫീഡൊക്കെ കാണാം. അവിടെ പ്രത്യേക പുതുക്കൽ അവസരം എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ് ഇപ്പോൾ ഇവിടെ നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിന് നിങ്ങളത് പുതുക്കലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് വേറെയാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ്. ഇവിടെ കാണുന്നത് സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി മാത്രമാണ് പുതുക്കേണ്ടതെന്ന് പറയുന്നത്. നോർമൽ രജിസ്ട്രേഷൻ അല്ല, രജിസ്റ്റർ ആസ് എ ജോബ് സീക്കർ എന്ന ഓപ്ഷനുണ്ട്. അതൊന്നും അല്ല നമ്മുടെ ഓപ്ഷൻ. ഈ പറയുന്ന രീതിയിൽ ഈ രജിസ്ട്രേഷൻ പുതുക്കാതെ ആ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക്, അതായത് അതിന് പുതുക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. സ്പെഷ്യൽ റിന്യൂവൽ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതും അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ഈ ലിങ്കൊന്നും അല്ല. ഇതിന്നും താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും റിന്യൂവൽ, സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണാം നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ എന്നാണ് കാണുന്നത്. ഡിസ്ട്രിക്റ്റ് എക്സ്ചേഞ്ച്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണെന്നുള്ളത്, ലോക്കൽ ബോഡി നമ്മുടെ പഞ്ചായത്ത്, അതുപോലെ നമ്മുടെ വാർഡ് ഏതാണ്, വാർഡിൻ്റെ പേരാണ് ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല, അതാണല്ലോ നമ്മൾ പുതുക്കാതെ നമുക്ക് വാലിഡിറ്റി നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടത്. ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ. ഇത്ര വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മുടെ കയ്യിൽ നമ്മൾ എടുത്തു വെക്കേണ്ടത് ആ രജിസ്ട്രേഷൻ നമ്പർ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മളുമായി ഡയറക്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു നമ്പേഴ്സും ലെറ്റേഴ്സും കൂടി ഉണ്ട്, അതിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ SLC കഴിയുമ്പോഴും +2 കഴിയുമ്പോഴും അതുപോലെ ഡിഗ്രി കഴിയുമ്പോഴൊക്കെ ചില ആളുകൾ ഇതുപോലെ പോയിട്ട് രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ PG കഴിയുമ്പോഴൊക്കെ രജിസ്റ്റർ ചെയ്യും. പക്ഷേ എന്താ വെച്ചാൽ പിന്നെ ആ പുതുക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം പുതുക്കും, പിന്നെ അതങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് പിന്നെ അങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പുതുക്കാതെ വെച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ വർഷങ്ങളായിട്ട് പുതുക്കാതെ വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത്രയും വർഷത്തെ സീനിയോറിറ്റി ലഭിക്കുകയും ചെയ്യും. ഇത് പുതുക്കി നൽകാനും കൂടി കിട്ടുന്നൊരു അവസരമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യൂ നിൽക്കേണ്ട ആവശ്യം, അവിടെ പോകേണ്ട ആവശ്യം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും, വലിയ തിരക്കായിരിക്കും. ആ തിരക്കൊക്കെ നമ്മൾ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, എല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതുവരെയും ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. പുതുതായിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകൾക്ക് അതുപോലെ അത് യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് സീനിയോറിറ്റി നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചാണ്. അപ്പോൾ അവർക്കാണ് ഞാൻ നേരത്തെ കാണുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ട് ഈ പറയുന്ന ഈ ഒരു വിൻഡോയിലേക്ക് വന്നിട്ട് നിങ്ങൾ ഈ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ എടുത്തിട്ട് വേണം ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ ആ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും നിങ്ങൾക്ക് പുതിയ ജോബുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ജോബ് ഓഫറുകൾ ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.